അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് എപ്രിയോറി അൽഗോരിതം ആണ്. എപ്രിയോറി അൽഗോരിതം നമ്മൾ ബേസിക് ആയിട്ട് പറയുവാണെങ്കിൽ ഈസ് എ ഫണ്ടമെന്റൽ അൽഗോരിതം യൂസ്ഡ് ഫോർ അസോസിയേഷൻ റൂൾ മൈനിങ് ആൻഡ് ഫ്രീക്വൻസ് ഐറ്റം സെറ്റ് മൈനിങ് ആണ്. ഇറ്റ് ഈസ് കോമൺലി യൂസ്ഡ് ഇൻ മാർക്കറ്റ് based basket analysis to find the relationship between items purchased together. അതായത് നമ്മുടെ ഒരു മാർക്കറ്റ് ബേസ്ഡ് അനാലിസിസിലൊക്കെയാണ് ഇത് കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നത്. ഇത് അതായത് നമ്മൾ ഒരു കുറച്ച് സാധനങ്ങൾ ഒരുമിച്ച് പർച്ചേസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിന്റെ ഒരു എന്താ ആ ഒരു റിലേഷൻഷിപ്പ് ഐറ്റംസുകളുടെ തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു അൽഗോരിതം എന്ത് ചെയ്യുന്നത്, യൂസ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന്റെ ഒരു ബേസിക് ഐഡിയ എന്ന് പറയുമ്പോഴത്തേക്കും ഐഡന്റിഫൈ ഫ്രീക്വന്റ്ലി ഒക്കറിങ് ഐറ്റം സെറ്റ് എന്നുള്ളതാണ്. ഇൻ എ ഡേറ്റ സെറ്റ് ബേസ്ഡ് ഓൺ എ മിനിമം സപ്പോർട്ട് ത്രെഷോൾഡ്. ഒരു ത്രെഷോൾഡ് വച്ചിട്ട് നമ്മൾ ഫ്രീക്വന്റ്ലി ഒക്കർ ചെയ്യുന്ന ഐറ്റം സെറ്റുകൾ ഐഡന്റിഫൈ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഇവിടെ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ആണ് യൂസ് ചെയ്യുന്നത് അസോസിയേഷൻ റൂൾസ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ആ അസോസിയേഷൻ റൂൾസ് എന്ന് പറഞ്ഞാൽ ഈ ഐറ്റംസുകൾ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെ കാണിക്കുന്നുണ്ട്. പിന്നെ ഈ കൂടുതലായിട്ടും അപ്രയോറി പ്രിൻസിപ്പിൾ യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇഫ് ആൻ ഐറ്റം സെറ്റ് ഈസ് ഫ്രീക്വന്റ് ഇറ്റ്സ് സബ്സെറ്റ് മസ്റ്റ് ഓൾസോ ബി എന്തായിരിക്കണം, ഫ്രീക്വന്റ് ആയിരിക്കണം. ഇഫ് ആൻ ഐറ്റം സെറ്റ് ഈസ് നോട്ട് ഫ്രീക്വന്റ് ഇറ്റ്സ് സബ്സെറ്റ് കനോട്ട് ബി ഫ്രീക്വന്റ് എന്നുള്ളതാണ് ആ ഒരു ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതാണ് പറയുന്നത് അപ്രയോറി അൽഗോരിതം യൂസസ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ടു ജനറേറ്റ് അസോസിയേഷൻ റൂൾ. ഇറ്റ് ഈസ് ബേസ്ഡ് ഓൺ ദ കോൺസെപ്റ്റ് ദാറ്റ് എ സബ്സെറ്റ് ഓഫ് എ ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് must also be frequent item set. Frequent item set is an item set whose support value is greater than the threshold value എന്നുള്ളതാണ്. അപ്പോ ഇതിന്റെ അൽഗോരിതം നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്രീക്വന്റ് ഐറ്റം സെറ്റിനെ ഫൈൻഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ സപ്പോർട്ട്, അതായത് ഓരോ ഇൻഡിവിജ്വൽ ഐറ്റംസിന്റെയും സപ്പോർട്ട് നമ്മൾ കൗണ്ട് ചെയ്യും. നമ്മുടെ ത്രെഷോൾഡ് വാല്യൂവിനേക്കാളും ചെറുതാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഐറ്റത്തിന് നമ്മൾ റിമൂവ് ചെയ്യും. എന്നിട്ട് ജനറേറ്റ് എ ലാർജർ ഐറ്റം സെറ്റ് ഫ്രം റിമൈനിങ് ഐറ്റംസ്. എന്നിട്ട് അടുത്ത് റിമൈനിങ് ആയിട്ടുള്ള ഐറ്റം സെറ്റ് വെച്ചിട്ട് നമ്മൾ ഒരു ലാർജർ ഐറ്റം സെറ്റിന് നമ്മൾ എന്ത് ചെയ്യും, അതായത് പെയർസോ ട്രിപ്പിൾസോ ഒക്കെ ആയിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യും. അതിനുശേഷം നമ്മൾ ഈ ഐറ്റം സെറ്റിന് വേണ്ടിയിട്ടുള്ള അസോസിയേഷൻ റൂൾ നമ്മൾ എന്ത് ചെയ്യും, ജനറേറ്റ് ചെയ്യും. അതിനുവേണ്ടി നമ്മളിപ്പോൾ പറയുന്നത് ഫോർ ഈച്ച് ഫ്രീക്വന്റ് ഐറ്റം സെറ്റ് ജനറേറ്റ് റൂൾ എക്സ് ടു വൈ എന്നുള്ളതാണ്. എക്സിൽ നിന്ന് വൈയിലേക്കുള്ള ഒരു ഫ്രീക്വന്റ് ഐറ്റം റൂൾ ജനറേറ്റ് ചെയ്യും. അതിനുശേഷം ഈ ഓൺലി റൂൾ ദാറ്റ് മീറ്റ് ദ കോൺഫിഡൻസ് ത്രെഷോൾഡ്. കോൺഫിഡൻസ് ത്രെഷോൾഡുമായിട്ട് മീറ്റ് ചെയ്യുന്ന റൂൾ മാത്രം നമ്മൾ എന്ത് ചെയ്യും, കീപ്പ് ചെയ്യും. അതിനുശേഷം ഈ സ്ട്രോങ്ങസ്റ്റ് റൂളിനെ നമ്മൾ സോർട്ട് ചെയ്ത് ഔട്ട്പുട്ട് ആക്കിയിട്ട് എടുക്കും. അപ്പൊ ഇതാണ് നമ്മൾ അപ്രയോറി അൽഗോരിതത്തിനകത്ത് ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഡിറ്റർമിൻ ദ സപ്പോർട്ട് ഓഫ് ദ ഐറ്റം സെറ്റ് ഇൻ ദ ട്രാൻസാക്ഷണൽ ഡേറ്റാബേസ് ആൻഡ് സെലക്ട് ദ മിനിമം സപ്പോർട്ട് ആൻഡ് കോൺഫിഡൻസ്. ടേക്ക് ഓൾ ദ സപ്പോർട്ട് ഇൻ ദ ട്രാൻസാക്ഷൻ വിത്ത് ദ ഹയർ സപ്പോർട്ട് വാല്യൂ ദാൻ ദ മിനിമം ഓർ സെലക്ട് support value. Step 3, find all the rule of this subset that have higher confidence value than the threshold or minimum confidence. Sort the rule as the decreasing order of the lift. അപ്പൊ ഇതാണ് അതിന്റെ ഒരു ഫ്ലോ ചാർട്ട് എന്ന് പറയുന്നത്. നമ്മൾ സ്റ്റാർട്ട് ചെയ്യും, ഐറ്റംസ് ട്രാൻസാക്ഷനകത്തുള്ള ഐറ്റംസിനൊക്കെ റീഡ് ചെയ്യും, നമ്മൾ അതിന്റെ സപ്പോർട്ട് കാൽക്കുലേറ്റ് ചെയ്യും. മിനിമം സപ്പോർട്ടിനേക്കാളും ഗ്രേറ്റർ ദാൻ ഉണ്ടെങ്കിൽ നെക്സ്റ്റ് ലെവലിലോട്ട് പോകും, ഇല്ലെങ്കിൽ റിമൂവ് ചെയ്യും. നെക്സ്റ്റ് ലെവൽ എന്ന് പറയുന്നത് ഈ ഐറ്റത്തിന് നമ്മളൊരു ഫ്രീക്വൻസി ഐറ്റം സെറ്റിനകത്തോട്ട് ഇൻസേർട്ട് ചെയ്യും. എന്നിട്ട് നമ്മൾ അവിടെ കോൺഫിഡൻസ് കണ്ടുപിടിക്കും. അതായത് ഓരോ നോൺ എം ഡി സബ്സെറ്റിന്റെയും കോൺഫിഡൻസ് കണ്ടുപിടിക്കും. മിനിമം കോൺഫിഡൻസ് വരെ ഗ്രേറ്റർ ദാൻ ആണോ നോക്കും. അല്ല എന്നുണ്ടെങ്കിൽ റിമൂവ്, ആ സബ്സെറ്റ് നമ്മൾ റിമൂവ് ചെയ്യും. അല്ലെങ്കിൽ നമ്മൾ സ്ട്രോങ്ങസ്റ്റ് റൂളിലോട്ട് എന്ത് ചെയ്യും, ഇൻസേർട്ട് ചെയ്യും, സ്റ്റോപ്പ് ചെയ്യും. ഇതാണ് അപ്രയോറി അൽഗോരിതത്തിനകത്ത് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. 12 ട്രാൻസാക്ഷൻസ് ആണ് ഉള്ളത്. എത്ര ഐറ്റംസ് ഉണ്ട്? 3, 2, 4 എന്ന് പറഞ്ഞിട്ട് ട്രാൻസാക്ഷൻസ് ഐറ്റംസ് ഉണ്ട്. ഇത് പർച്ചേസ് ചെയ്ത് ടുഗദർ പർച്ചേസ് ചെയ്ത ഐറ്റംസ് ആണ്, ഈ ട്രാൻസാക്ഷൻസ് ആണ്. അപ്പോഴത്തേക്ക് ഫസ്റ്റ് നമ്മൾ എന്താണ്, സപ്പോർട്ട് കൗണ്ട് ഓഫ് ദി ഈച്ച് ഐറ്റം പ്രസന്റ് ഇൻ ദ ഡേറ്റ സെറ്റ്. അതിന് നമ്മൾ കാൻഡിഡേറ്റ് സെറ്റ് അല്ലെങ്കിൽ C1 എന്ന് പറയും. അതായത് നമ്മളൊരു ടേബിൾ ക്രിയേറ്റ് ചെയ്യും. അതായത് നമ്മൾ ഓരോ ഐറ്റം സെറ്റിന്റെയും കൗണ്ട്
ഓരോ ട്രാൻസാക്ഷനിലും ഉള്ള കൗണ്ട് വെച്ചിട്ടുള്ള ഒരു കാൻഡിഡേറ്റ് സെറ്റ് അല്ലെങ്കിൽ C1 എന്ന് പറയുന്ന ഒരു ടേബിൾ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്യും. അതിനുശേഷം കമ്പയർ ദ കാൻഡിഡേറ്റ് സെറ്റ് ഐറ്റം സപ്പോർട്ട് കൗണ്ട് വിത്ത് മിനിമം സപ്പോർട്ട് കൗണ്ട്. അതായത് നമ്മളുടെ കാൻഡിഡേറ്റ് സെറ്റിനെ മിനിമം സപ്പോർട്ട് കൗണ്ടുമായിട്ട് എന്ത് ചെയ്യും, നമ്മൾ കമ്പയർ ചെയ്യും. ഇവിടെ ഇപ്പൊ മിനിമം സപ്പോർട്ട് കൗണ്ട് 4 എടുത്തിരിക്കുന്നത്. ഇഫ് സപ്പോർട്ട് കൗണ്ട് ഓഫ് ദ കാൻഡിഡേറ്റ് ഐറ്റം ഈസ് ലെസ് ദാൻ ദ മിനിമം സപ്പോർട്ട് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് എന്ത് ചെയ്യും, റിമൂവ് ചെയ്യും. എന്നിട്ട് ലെറ്റ് ഗീവ് ഐറ്റംസ് L1, നമ്മൾ അവിടെ ഒരു L1 എന്ന് പറയുന്ന ഐറ്റത്തിലോട്ട് ബാക്കിയുള്ളതിനെ നമ്മൾ കൊണ്ടുവന്ന് വെക്കും. അപ്പോ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നോക്കുമ്പോൾ ഇവര് സപ്പോർട്ട് മിനിമം സപ്പോർട്ട് നമുക്ക് 4 തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ 4 ഇവിടെ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, തന്നിട്ടുണ്ട്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ എന്ത് ചെയ്യാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമ്മളുടെ മൈൻഡിൽ ഇരുന്നോട്ടെ, മിനിമം സപ്പോർട്ട് 4 എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്ന വെച്ചാൽ ഓരോ ട്രാൻസാക്ഷനിലെയും ഓരോ ഐറ്റത്തിന്റെ ഫ്രീക്വൻസി നമ്മൾ സെറ്റ് ചെയ്യണം. ഫ്രീക്വൻസി എന്ന് ഉദ്ദേശിക്കുന്നത് എത്ര തവണ അത് ഓരോ ട്രാൻസാക്ഷനിലും വന്നു എന്നുള്ളതാണ്. അപ്പോൾ 12 ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പം ഫസ്റ്റത്തെ ഐറ്റം ഞാൻ മിൽക്കാണ് എടുക്കുന്നതെന്നുണ്ടെങ്കിൽ മിൽക്ക് എന്ന് പറയുന്നത് എത്ര ട്രാൻസാക്ഷനിൽ വന്നിട്ടുണ്ട്, 1 2 3 4 5 6 7 8 9 ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. അപ്പൊ ഫ്രീക്വൻസി ഞാൻ എത്രയെന്ന് സെറ്റ് ചെയ്തു, 9 എന്ന് സെറ്റ് ചെയ്തു. ഇനി അടുത്ത് ബ്രെഡിന്റെ ഫ്രീക്വൻസി എത്രയായിരിക്കും, എത്ര തവണ ഈ 12 ട്രാൻസാക്ഷനിലും എത്ര തവണ വന്നു എന്നുള്ളതാണ്. 1 2 3 4 5 6 7 8 9 10 തവണ വന്നിട്ടുണ്ട്. അതുപോലെ ബട്ടർ എത്ര തവണ വന്നിട്ടുണ്ട്, 10 തവണ വന്നിട്ടുണ്ട്. എഗ് എത്ര തവണ വന്നിട്ടുണ്ട്, 1 2 പിന്നെ ഉള്ളത് 3 തവണ വന്നിട്ടുള്ളൂ. സോ 3 അങ്ങനെ കെച്ചപ്പ് 3 തവണ, കുക്കീസ് 5 തവണ. ഇനി നമുക്കറിയാം നമ്മളുടെ മിനിമം എന്താണ് സപ്പോർട്ട് എന്ന് പറയുന്നത് 4 ആയിട്ടാണ് ഞാൻ കൺസിഡർ ചെയ്തിരിക്കുന്നത്. അപ്പോ മിനിമം സപ്പോർട്ട് 4 ആയതുകൊണ്ട് 4ന് താഴെയുള്ളത്, അതായത് മിനിമം സപ്പോർട്ട് 4 അല്ലേ, അപ്പൊ അതിന് ഈക്വലോ ഗ്രേറ്റർ ദാൻ ആയിട്ടുള്ളത് മാത്രം മതി. നമുക്ക് ലെസ് ദാൻ ആയിട്ടുള്ളതിനെ നമുക്ക് എന്ത് ചെയ്യാം, ഒഴിവാക്കാം. അപ്പം 4ന് അണ്ടറിൽ വരുന്ന ഫ്രീക്വൻസി ഉള്ളത് എഗ്ഗും കെച്ചപ്പും ആണ്, 3 3. നമുക്ക് അത് ഒഴിവാക്കിയിട്ട് നമുക്കിവിടെ ഒരു ഫ്രീക്വൻസി 1 ഐറ്റം സെറ്റ് എന്ത് ചെയ്യാം, ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, ഇത് k = 1 ആണെങ്കിലുള്ള കണ്ടീഷനാണത്. അതായത് ആദ്യത്തെ കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് k = 2 ആകുമ്പോഴാണ്. k = 2 ആകുമ്പോഴത്തേക്കും ഇവിടെ k = 1 എന്ന് പറയുമ്പോൾ ഒരു ഐറ്റം ആണ്, k = 2 എന്ന് പറയുമ്പോൾ നമുക്ക് അടുത്ത് 2 ഐറ്റംസ് ആണ്. അതായത് നമ്മൾ എപ്പോഴും ഐറ്റംസിനെ ടുഗദർ ആയിട്ട് പോവും, പെയർ ആയിട്ട് ട്രിപ്ലറ്റ് ആയിട്ട് പോകുന്നല്ലേ പറയുന്നത്. അടുത്തിന് ഒരു ഐറ്റം നമ്മൾ നോക്കി, അടുത്ത് 2 ഐറ്റം നോക്കുമ്പോഴത്തേക്കും അടുത്ത് നമുക്ക് കോമ്പിനേഷൻസ് എടുക്കാം. മിൽക്കും ബ്രെഡും എത്ര തവണ വന്നു ഈ ട്രാൻസാക്ഷനകത്ത്, 7 തവണ വന്നു. അടുത്ത് മിൽക്ക് ബട്ടർ എത്ര തവണ വന്നു, മിൽക്ക് കുക്കീസ് എത്ര തവണ വന്നു, ബ്രെഡ് ബട്ടർ എത്ര തവണ വന്നു, ബട്ടർ കുക്കീസ് എത്ര തവണ വന്നു, ബ്രെഡ് കുക്കീസ് എത്ര തവണ വന്നു. നമ്മളിവിടെ ഒഴിവാക്കിയ എഗ്ഗും കെച്ചപ്പും ഇനി നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ളതിന്റെ കോമ്പിനേഷൻസുകൾ മാത്രം, അതായത് ഈ 4 കോമ്പിനേഷനുകൾ മാത്രം നമ്മൾ ഈ ഒരു സെറ്റിനകത്ത് നോക്കിയാൽ മതിയാവും. അപ്പോ നമ്മൾ 7 3 9 3 4 എന്നങ്ങനെ പറഞ്ഞിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇനി നമ്മൾ വീണ്ടും നോക്കുക, നമ്മളുടെ മിനിമം എന്താണ്, മിനിമം നമ്മൾ സപ്പോർട്ട് സെറ്റ് ചെയ്തിരിക്കുന്ന 4 സോ നമ്മൾ 4ന് താഴെ മുകളിലുള്ളത് മാത്രം കീപ്പ് ചെയ്താൽ മതി. ബാക്കി 4ന് താഴെയുള്ളതെല്ലാം എന്ത് ചെയ്യാം, അവോയ്ഡ് ചെയ്യാം. 4ഉം അതിന് മുകളിലുള്ളത് മാത്രം കീപ്പ് ചെയ്താൽ മതി. അപ്പൊ അങ്ങനെ 4ന് താഴെയുള്ളത് മിൽക്കും കുക്കീസും ബട്ടർ കുക്കീസും ആണ്. 4 ഈക്വൽ ഓർ ഗ്രേറ്റർ എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് 4 ഉള്ളത് നമുക്ക് എന്ത് ചെയ്യാം, കീപ്പ് ചെയ്യാം. ഫ്രീക്വൻസി 4 ഉള്ളത് കീപ്പ് ചെയ്യാം. അപ്പൊ ഇനിയുള്ള ഐറ്റം സെറ്റ് എത്രയാണ്, മിൽക്ക് ബ്രെഡ്, മിൽക്ക് ബട്ടർ, ബ്രെഡ് ബട്ടർ, ബ്രെഡ് കുക്കീസ് എന്ന് പറയുന്ന ഫ്രീക്വൻസി 2 ഐറ്റം സെറ്റ് നമ്മൾ അവിടെ ക്രിയേറ്റ് ചെയ്തു. ഇനി അടുത്ത് k = 3 ആണ്. അപ്പൊ k = 3 എന്ന് പറയുന്നത് 3 ഐറ്റം സെറ്റുകളാണ് നമ്മൾ ഇവിടെ എടുക്കുന്നത്. അപ്പോൾ 3 ഐറ്റം സെറ്റുകൾ എന്ന് പറയുമ്പോൾ ഇപ്പൊ നമ്മൾക്ക് ഉള്ള ഐറ്റംസ് ഏതൊക്കെയാണ്, മിൽക്ക്, ബ്രെഡ്, ബട്ടർ, പിന്നെന്താണ്, കുക്കീസ്. 4 ഐറ്റംസിനെ വെച്ചിട്ട് 3 സെറ്റ് നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നു, ക്രിയേറ്റ് ചെയ്യുന്നു. 3 സെറ്റ് ആയിട്ട് ട്രിപ്ലെറ്റ്സ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യുവാണ്. മിൽക്ക്, ബ്രെഡ്, ബട്ടർ ഒരുമിച്ച് വന്ന ട്രാൻസാക്ഷൻ ആയതുകൊണ്ട് മിൽക്ക്, ബ്രെഡ്, ബട്ടർ ഒന്നാമത്തെ ട്രാൻസാക്ഷൻ. അങ്ങനെ നമ്മൾ നോക്കുമ്പോൾ 6 ട്രാൻസാക്ഷൻ വന്നിട്ടുണ്ട്. അടുത്ത മിൽക്ക്, ബ്രെഡ്, കുക്കീസിന്റെ കോമ്പിനേഷനിൽ ഒരു ട്രാൻസാക്ഷനേ ഉള്ളൂ.
ബ്രെഡ് ബട്ടർ കുക്കീസിന്റെ പേരിൽ 3 ട്രാൻസാക്ഷൻ, മിൽക്ക് ബട്ടർ കുക്കീസിന്റെ പേരിൽ 2 ട്രാൻസാക്ഷൻ. അപ്പൊ ഇതിലും 4ന് താഴെയുള്ളതെല്ലാം നമുക്ക് ഒഴിവാക്കാം. അപ്പൊ 4 മുകളിലുള്ളതോ അല്ലെങ്കിൽ 4ന് മുകളിലുള്ളതോ വരുന്നത് ഏതൊരൊറ്റ ട്രാൻസാക്ഷൻ മാത്രമാണ്, മിൽക്ക് ബ്രെഡ് ബട്ടർ മാത്രമാണ് ഉള്ളത്. അപ്പൊ അത് 6 ആണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫൈനൽ ആയിട്ടുള്ള സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു അതായത് ഇനി നമുക്ക് പെയർ എടുക്കാൻ പറ്റാത്ത രീതിയിലുള്ള, ഇനി നമുക്കൊരു പെയർ എടുക്കേണ്ട ആവശ്യം ഇതിനകത്തില്ല അല്ലെ. ഒരു ട്രാൻസാക്ഷൻ നമുക്ക് മാക്സിമം ട്രാൻസാക്ഷൻസിനകത്തുള്ള എല്ലാ ഐറ്റംസിനെയും നമ്മൾ പെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇനി പെയർ എടുക്കാൻ പറ്റാത്ത അത്രയും വരെ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു രീതി നമ്മൾ മുന്നോട്ട് പോകണം. അതിനുശേഷം നമുക്ക് അസോസിയേഷൻ റൂൾസ് എഴുതാം. അപ്പൊ അസോസിയേഷൻ റൂൾസ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഫ്രീക്വൻസി 3 ഐറ്റം സെറ്റിന് നമ്മൾ I എന്നാണ് എടുക്കുന്നത്. അതെന്ന് പറയുന്നത് ഏതിന്റെ കോമ്പിനേഷൻ ആയിരുന്നു? മിൽക്ക് ബട്ടർ ബ്രെഡ് ബട്ടർ ആയിരുന്നു. അപ്പൊ അതിനകത്ത് നിന്ന് നമ്മൾ നോൺ എംപ്റ്റി ആയിട്ടുള്ള സബ്സെറ്റുകൾ ഉണ്ടാക്കണം. അതായത് ഇതിന്റെ സബ്സെറ്റുകൾ, മിൽക്ക് ഒരു സെറ്റ്, ബ്രെഡ് ഒരു സെറ്റ്, ബട്ടർ ഒരു സെറ്റ്. എന്നിട്ട് ഇതിന്റെ കോമ്പിനേഷൻസ് എടുക്കാം. മിൽക്ക് ബ്രെഡ്, മിൽക്ക് ബട്ടർ, ബ്രെഡ് ബട്ടർ, അടുത്തെന്താണ് ബ്രെഡ് ബട്ടർ, മിൽക്ക് ബട്ടർ, ബ്രെഡ് ബട്ടർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്തു, സബ്സെറ്റിന്റെ കോമ്പിനേഷൻസ് എടുത്തു. അതിനുശേഷം നമ്മൾ ഇവിടുത്തെ ഒരു റൂൾ അപ്ലൈ ചെയ്യാൻ പോവാണ്. ഫോർ എവരി നോൺ എംപ്റ്റി സെറ്റ് എസ്, നമ്മൾ അവിടെ വേറൊരു നോൺ എംപ്റ്റി സെറ്റ് എടുത്തിട്ടുണ്ട് എസ് ഓഫ് ഐ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അസോസിയേഷൻ റൂൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? എസ് ടെൻസ് ടു ഐ മൈനസ് എസ് എന്നുള്ളതാണ്. അതായത് ഇഫ് സപ്പോർട്ട് ഐ ബൈ സപ്പോർട്ട് എസ് എന്ന് പറയുന്നത് മിനിമം കോൺഫിഡൻസിനേക്കാളും ഈക്വലോ ഗ്രേറ്റർ ദാൻ ആണോ എന്ന് ചെക്ക് ചെയ്യണം. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവില്ല. നമുക്കൊരു എക്സാമ്പിൾ വെച്ച് പറയാം. അപ്പൊ നമ്മൾ നോൺ എംപ്റ്റി സബ്സെറ്റ് എഴുതി, ഇതാണ് നമ്മൾ കോമ്പിനേഷൻ എടുത്ത നോൺ എംപ്റ്റി സബ്സെറ്റ്. ഇതിന്റെ ക്വസ്റ്റ്യൻ ചിലപ്പോൾ തന്നിട്ടുണ്ടായിരിക്കും. മിനിമം സപ്പോർട്ട് 30%, മാക്സ് മിനിമം കോൺഫിഡൻസ് 60% ആണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ റൂൾ എഴുതുകയാണ്. നമ്മൾ റൂൾ എഴുതുമ്പോൾ ഫസ്റ്റത്തെ നമ്മൾ എന്തെടുക്കണം? മിൽക്ക് എടുക്കുക. അതായത് ഇതുങ്ങൾ തമ്മിലുള്ള റൂളുകളാണ് നമ്മൾ എടുക്കേണ്ടത്. അതായത് മിൽക്കിൽ നിന്ന് ബാക്കിയുള്ളതിലോട്ട്, അടുത്ത ബ്രെഡിൽ നിന്ന് ബാക്കിയുള്ളതിലോട്ട് തിരിച്ച് നമ്മൾ 2:1 അങ്ങനെ നമ്മൾ ഇതിനകത്തുള്ള കോമ്പിനേഷനുകളുടെ റൂളാണ് നമ്മൾ എടുക്കുന്നത്. അപ്പൊ മിൽക്കിൽ നിന്ന് ബാക്കി നമ്മൾ നോക്കുന്നത് ബ്രെഡ് ബട്ടറിലോട്ടുള്ള കോമ്പിനേഷൻ ആണ്. അപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ ഏതിനകത്ത് വന്നതാണ്? മിൽക്ക് എന്ന് പറയുന്നതിന്റെ ഫ്രീക്വൻസി നമ്മൾ ഐറ്റം സെറ്റിനകത്ത് 6 എന്ന് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ 6 എന്ന് പറയുന്നത് എത്ര ട്രാൻസാക്ഷനകത്ത് വന്നതാണ്? 12 ട്രാൻസാക്ഷൻസിനകത്ത്. അപ്പോൾ അതിന്റെ സപ്പോർട്ട് എന്ന് പറയുന്നത് മിൽക്ക് നിന്ന് ബ്രെഡ് ബഫറിലോട്ടുള്ള അതായത് മിൽക്കും ബ്രെഡും ബട്ടറും വന്നിട്ടുള്ള കോമ്പിനേഷൻ എന്ന് പറയുന്നത് എത്രയാണ്? 6 ആണ്. എത്ര ട്രാൻസാക്ഷനില്? 12 ട്രാൻസാക്ഷനിൽ. അപ്പൊ സപ്പോർട്ട് എന്ന് പറയുന്നത് എത്രയെന്ന് കിട്ടും? 6/12, അതായത് 50% എന്ന് കിട്ടും. ഓക്കെ, ഇതൊക്കെ നമ്മൾ അസോസിയേഷൻ റൂളിനകത്താണ് ഈ സപ്പോർട്ടും കോൺഫിഡൻസും ഒക്കെ ചെയ്യാൻ പഠിക്കുന്നത്. ഇനി കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്ത കോൺഫിഡൻസ് മിൽക്ക് ബ്രെഡ് ബട്ടറിനെ എങ്ങോട്ട് കോമ്പിനേഷൻ ചെയ്യുന്നു? സപ്പോർട്ട് ഓഫ് മിൽക്കിലോട്ട് കോമ്പിനേഷൻസ് സപ്പോർട്ട് ഓഫ് മിൽക്ക് വെച്ചിട്ട് നമ്മൾ കോൺഫിഡൻസ് കണ്ടുപിടിക്കുന്നു. കോൺഫിഡൻസ് ആണ് കോമ്പിനേഷനിലെ കോൺഫിഡൻസ്. അപ്പോൾ സപ്പോർട്ട് ഓഫ് മിൽക്ക് ബ്രെഡ് ബട്ടറിന് ഔട്ട് ഓഫ് സപ്പോർട്ട് ഓഫ് മിൽക്ക് ആണ്. ഓക്കെ, ഇതാണ് നമ്മൾ കോൺഫിഡൻസിന്റെ റൂള്. അപ്പൊ നമുക്ക് സപ്പോർട്ട് ഓഫ് മിൽക്ക് ബ്രെഡ് ബട്ടർ എന്ന് പറയുന്നത് 6/12 എന്ന് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട്. സപ്പോർട്ട് ഓഫ് മിൽക്ക് എന്ന് പറയുന്നത് 12 ട്രാൻസാക്ഷനകത്ത് എന്താണ്? 12 ട്രാൻസാക്ഷനകത്ത് മിൽക്ക് എത്ര തവണ വന്നു? 12 ട്രാൻസാക്ഷനകത്ത് മിൽക്ക് 9 തവണ വന്നു. അപ്പോ എത്രയാണ്? 9/12. അപ്പോ 12ഉം 12ഉം ക്യാൻസൽ ആയി പോകും. ബാക്കി 6/9 66.67% എന്ന് കിട്ടും. അത് 60%-നേക്കാളും കൂടുതലായതുകൊണ്ട് ഈ ഒരു റൂൾ എന്താണെന്ന് നമുക്കറിയാം, വാലിഡ് ആണെന്ന് അറിയാം. അടുത്ത് നമ്മൾ മിൽക്ക് എടുത്തു. ഇനി അടുത്ത ബ്രെഡിനെ ഞാനിപ്പോ കോമ്പിനേഷൻ ചെയ്യാൻ പോകുന്നത് മിൽക്ക് ബ്രെഡിനകത്തോട്ട്, മിൽക്ക് ബട്ടറിനകത്തോട്ടാണ്. നിങ്ങൾക്ക് എല്ലാ കോമ്പിനേഷൻസും ചെയ്ത് നോക്കണം. എന്റെ ഓർഡറിൽ തന്നെ ചെയ്ത് നോക്കണമെന്നില്ല, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് ഓർഡറിൽ ചെയ്ത് നോക്കാം. അപ്പൊ നിങ്ങൾക്കറിയാം ബ്രെഡും മിൽക്കും ബട്ടറും വന്നിട്ടുള്ളതെന്ന് പറയുന്നത് 6 ആണ് അല്ലേ? ആ ഒരു ഫ്രീക്വൻസി എന്ന് പറയുന്നത് 6 ആണ്. 12 ട്രാൻസാക്ഷനിൽ 6 ആണ് ഫ്രീക്വൻസി. അപ്പൊ 6/12 എഴുതി, അത് 50% ആണ്. അതിന്റെ കോൺഫിഡൻസ് എന്ന് പറയുന്നത് മിൽക്കും ബട്ടറും ബ്രെഡും അല്ലെ? മിൽക്ക് ബ്രെഡ് ബട്ടർ, സപ്പോർട്ട് ഓഫ് ആരുടെ സപ്പോർട്ടാണ് എടുക്കേണ്ടത്? ബ്രെഡിന്റെ സപ്പോർട്ട്. അപ്പോ കോൺഫിഡൻസ് എത്ര വരും? 6/10 വരും. അപ്പൊ 6/10 എങ്ങനെയാണ് വരുന്നത്? മിൽക്ക് ബ്രെഡ് ബട്ടർ 6/12. മിൽക്ക് അടുത്ത ബ്രെഡ് വന്നത് എത്രയാണ്? സപ്പോർട്ടിനകത്ത് 12നകത്ത് എത്ര തവണ ബ്രെഡ് വന്നിട്ടുണ്ട്? 10 തവണ.
അല്ലേ? അപ്പോ അതിന്റെ കോമ്പിനേഷൻ എടുക്കുമ്പോൾ 6/10, അപ്പൊ നമുക്ക് 60% എന്ന് കിട്ടും. അതെന്ന് പറയുന്നത് 60യേക്കാൾ ഇക്വലോ ഗ്രേറ്റർ ദാൻ ആണ്. സോ അത് വാലിഡ് ആണ്. അടുത്ത റൂൾ എങ്ങനെ എടുക്കാം? അടുത്ത ഇനി റൂൾ ഉള്ളത് എന്താണ്? ബട്ടറിന് നമുക്ക് അതർ ദാൻ കോമ്പിനേഷൻ, അതായത് ഇപ്പൊ നമ്മൾ മിൽക്ക് എടുത്തപ്പോൾ ബ്രെഡും ബട്ടറും എടുത്തു. ഇനി ബ്രെഡ് എടുത്തപ്പം ആ കോമ്പിനേഷൻ ഇല്ലാത്തത്, അതായത് മിൽക്കും പിന്നെ എന്തും എടുത്തു, ബട്ടറും എടുത്തു. അടുത്തിനി ബട്ടർ എടുക്കുമ്പോൾ ആ കോമ്പിനേഷൻ ഇല്ലാത്ത മിൽക്കും ബ്രെഡും എടുത്തു. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 6/12 50% എന്ന് തന്നെ കിട്ടും. അതിന്റെ 6/12 ബട്ടറിൻ്റെ 10/12 ആണ്. സോ എന്താണ് 6/12/10 ഔട്ട് ഓഫ് 12. അപ്പൊ നമ്മൾ വെട്ടിപ്പോകുമ്പോൾ 6/10 എന്ന് കിട്ടും. അത് 60% ആണ്. 60യേക്കാളും എബോവ് ആണ്. സോ അത് നമുക്ക് എന്തെന്ന് എഴുതാം? വാലിഡ് എന്ന് എഴുതാം. ഇനി അടുത്ത റൂൾ എന്ന് പറയുന്നത് നമ്മൾ 2 കോമ്പിനേഷൻസ് എടുക്കുക. മിൽക്ക്, അതായത് തിരിച്ചെടുത്താലും മതി കേട്ടോ. അതായത് ഇപ്പം നമ്മളിപ്പം ബ്രെഡ് ബട്ടർ മിൽക്കിന്ന് ബ്രെഡ് ബട്ടർ എടുത്തതുപോലെ ബ്രെഡ് ബട്ടർ ടു മിൽക്ക് എടുക്കാം. അപ്പൊ ബ്രെഡ് ബട്ടർ ടു മിൽക്ക് എടുക്കുമ്പോഴത്തേക്കും അതും 6/12 ആണ് കിട്ടുന്നത്. 3 വരുന്ന 12നകത്ത് 6 ട്രാൻസാക്ഷൻസ് ആണുള്ളത്. 6 ട്രാൻസാക്ഷൻസിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് എടുക്കുമ്പോഴേക്കും മിൽക്ക് ബ്രെഡ് ബട്ടർ 6 തന്നെ കിട്ടും. ബ്രെഡും ബട്ടറും ഉള്ളത് പറയുന്നത് രണ്ടാമത്തെ ഐറ്റത്തിനകത്താണ്. ബ്രെഡും ബട്ടറും ഉള്ളത് 9 ആണ് അല്ലെ? അപ്പോൾ 9, അപ്പൊ 9 എത്രയാണ്? 12. സോറി, ബ്രെഡും നമുക്ക് എത്രയാണ്? മിൽക്കും ബ്രെഡും കൂടെ ഉള്ളത് ബ്രെഡും കൂടെ ഉള്ളത് 8 ആണ്. അപ്പൊ 8/12. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 6/12/8 എത്ര? 7/12. അപ്പൊ 7/12. അപ്പോ എന്ത് കിട്ടി നമുക്ക്? 12 ക്യാൻസൽ ആയി പോകും. ബാക്കി 6/7 85.7%. ഇനി നമുക്ക് അതുപോലെ തിരിച്ച് ഏതൊക്കെ എടുക്കാം? മിൽക്ക് ബട്ടർ ബ്രെഡ് എടുക്കാം. അതിന് നമുക്ക് എത്ര? 85.7 കിട്ടും. 60% എബോവ് ആണ്. അടുത്ത ബ്രെഡ് ബട്ടർ മിൽക്ക് എടുക്കാം. അത് നമുക്ക് എത്രയെന്ന് കിട്ടും? 66.67. 60യേക്കാളും കിട്ടും. അപ്പൊ ഇത്രയും റൂൾസ് നമുക്ക് എന്താന്ന് കിട്ടി? വാലിഡ് ആണെന്ന് കിട്ടി. നമുക്ക് അതിനെ ഒരു സോർട്ടിംഗ് ഓർഡറിലോട്ടും കൂടെ നമുക്ക് എന്ത് ചെയ്ത് എഴുതാം? മാറ്റി എഴുതാം. അപ്പൊ ഇത്രയും മാത്രമാണ് ഈ ഒരു എന്ത് പറയുന്ന എപ്രിയോറി അൽഗോരിതം എന്ന് പറയുന്നത്. വലിയ പാടുള്ളതൊന്നുമല്ല, ഭയങ്കര എളുപ്പമുള്ളൊരു ഒരു അൽഗോരിതമാണ്. ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്നുകൂടെ നോട്ട്സ് വായിക്കുക. ഓക്കെ, ഇനി നിങ്ങൾക്ക് നോട്ട്സ് വായിക്കുമ്പോൾ കുറച്ചുകൂടെ ക്ലിയർ ആവും.